ദോസ്താന എന്ന അഭിഷേക് ബച്ചൻ ജോൺ അബ്രഹാം സിനിമയുടെ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബാഡ് ന്യൂസ് എന്ന സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ തറലി എൻജോയ് ചെയ്യും. സ്റ്റാറിംഗ് വിക്കി കൗശൽ, തൃപ്തി ദിമ്രൻ, ആമി വിർക്ക്. ആൻഡ് ഇതിലെ പാട്ടോഴ്സ് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പറയാൻ ഈ ഒരു പാട്ട് ഒഴിച്ച് ഈ കംപ്ലീറ്റ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിൽ ഓരോ സോങ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ഡിസപ്പോയിൻമെന്റ് തന്നെയായിരുന്നു. ഇതിലാകെ കണ്ട ഒരു നെഗറ്റീവ് അത് മാത്രമായിരുന്നു. ഇതിന്റെ സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഭയങ്കര നന്നായിട്ട് തന്നെ എഴുതി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ്, കോമഡി എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീക്കെൻഡ് ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാനുള്ള സംഭവം ഈ സിനിമയുടെ അകത്ത് കണ്ടു. വിക്കി കൗശൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ആക്ടറിന്റെ പെർഫോമൻസ് ആണ് മെയിൻലി കംപ്ലീറ്റ്ലി ഈ സിനിമയെ ആ ഷോൾഡേഴ്സിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് അതേപോലെ തന്നെ തൃപ്തി ദിമ്രി നല്ല ഇന്ത്യൻസ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായി. ഇനിയും ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ എടുക്കുവാണെങ്കിൽ ഷീ വിൽ മേക്ക് ഇറ്റ് ബിഗ് ഇൻ ദി ഇൻഡസ്ട്രി. ആൻഡ് അതേപോലെ തന്നെ ആമി വിർക്ക്, ആ ആക്ടറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായി. ഇവരുടെ മൂന്ന് പേരുടെ ആ ഒരു ചാമും പിന്നെ ആ പെർഫോമൻസും ആണ് ഒരു വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് സിനിമയുടെ. പിന്നെ ആനന്ദ് തിവാരി എന്ന ഡയറക്ടർ വലിയൊരു ഷാറുഖ് ഖാൻ ഫാനാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ സിനിമകളുടെ കുറേ ക്ലാസിക് ഷാറുഖ് ഖാൻ സിനിമയുടെ ഒരു ഐക്കോണിക് മൊമെന്റ്സ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് ആ സ്ക്രീൻ പ്ലേയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ഒന്നും ഭയങ്കര ഓവർ നോക്കണം, ഭയങ്കര റിലേറ്റബിൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അതൊക്കെ ഒരു ചാർമിങ് ഐസിങ് ആയിട്ടാണ് ഫീൽ ചെയ്ത് എന്റർടൈനറിൽ. ഏതായാലും എന്താണ് ഈ ട്രെയിലറിൽ അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയിൽ എക്സ്പെക്ട് ചെയ്തത് അത് കുറവില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഹ്യൂമർ ഉണ്ട്, ഡ്രാമയുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഒരു പ്യുവർ ബോളിവുഡ് എന്റർടൈനർ തന്നെയാണ്.